ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ ഭാനദർശനത്തിലെ 4-ാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അത്ര കായോ ഖഡയിതി ഭാനം യത്തത് വിശിഷ്യത്തെ തഥാ അഹമയമിതി യത് സാമാന്യമിതി ച സ്മൃതം. അത്ര കായോ ഖഡയിതി ഭാനം യത്തത് വിശിഷ്യത്തെ തഥാ അഹം അയമിതി യത് സാമാന്യമിതി ച സ്മൃതം. ഇതാണ് ശ്ലോകം. ആദ്യമായി നമുക്ക് ഈ ശ്ലോകത്തെ അത്ര കായ ഘട ഇതി യത് ഭാനം തദ് വിശിഷ്യത്തെ തഥാ അഹം അയം ഇതി ഭാനം യത് തത് സാമാന്യം ഇതി ച സ്മൃതം എന്ന തരത്തില് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. ഇനി ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. അത്ര ഇവിടെ, മുകളിൽ പറയപ്പെട്ടതിൽ, കായ ഘട ഇതി കായം എന്നും ഘടം എന്നും, അതായത് ശരീരം എന്നും കുടം എന്നും, യത് ഭാനം യാതൊരു ഭാനമാണോ ഉള്ളത്, തത് അത്, വിശിഷ്യത്തെ വിശേഷ രൂപത്തിലുള്ളതാകുന്നു, തഥാ അതുപോലെ, അഹം അയം ഇതി അഹം അതായത് ഞാൻ എന്നും, അയം ഇത് എന്നുമുള്ള, ഭാനം യത് ഭാനം യാതൊന്നാണോ, തത് അത്, സാമാന്യം ഇതി ച സ്മൃതം സാമാന്യം എന്നും സ്മരിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്മൃതികൾ എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കപ്പെട്ട ധർമ്മശാസ്ത്രങ്ങളാണ്. അതുപോലെ ഈ ഭാനഭേദവും അനുഭവങ്ങളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ സ്മൃതം എന്ന വാക്കുപയോഗം. അത് സംസ്കൃതത്തിലൊരു പ്രയോഗമാണ്. സ്മരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കപ്പെട്ട് ആളുകൾ അതേ തരത്തിൽ തന്നെ അതിനെ ധരിച്ചു പോരുന്നു എന്നാണ്. ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ഇവിടെ കായം അഥവാ ശരീരം, ഘടം അഥവാ കുടം എന്നിങ്ങനെ യാതൊന്നാണോ ഭാസിക്കപ്പെടുന്നത്, അഥവാ യാതൊരു ഭാനമാണോ ഉള്ളത്, അത് വിശേഷഭാനമാകുന്നു. അതുപോലെ ഞാൻ എന്നും ഇത് എന്നുമുള്ള ഭാനം യാതൊന്നാണോ, അത് സാമാന്യഭാനം എന്നും സ്മരിക്കപ്പെട്ടിരിക്കുന്നു, അഥവാ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്ഥൂലഭാനം എന്താകുന്നു എന്നാണ് 3-ാം ശ്ലോകത്തിലൂടെ ഗുരു നമ്മെ പഠിപ്പിച്ചു തന്നത്. ഇവിടെ സ്ഥൂലഭാനത്തിന്റെ 2 പ്രധാന ഭേദങ്ങളായ വിശേഷഭാനവും സാമാന്യഭാനവും എന്താണെന്നാണ് വിശദീകരിച്ച് തരുന്നത്. കായോഹം ഞാൻ ശരീരമാകുന്നു എന്ന പ്രയോഗത്തിന്റെ വാച്യാർത്ഥം ഞാൻ ശരീരത്തോടുകൂടി ഭാനം ചെയ്യപ്പെടുന്നു എന്നാണ്. ഞാൻ എന്ന വ്യക്തി അനേകം വിശേഷണങ്ങളോടുകൂടി മനുഷ്യ സമൂഹത്തിൽ അടയാളപ്പെട്ടു നിൽക്കുന്ന അനേകരിൽ ഒരാളാണ് എന്നാണ് കായോഹം എന്ന പ്രയോഗത്തിന്റെ വാച്യാർത്ഥം എന്നു സാരം. ഇവിടെ ശരീരം എന്ന പദം മനുഷ്യരുടെ പൊതു ആകാരഭാവരൂപാദികളെയാണ് ദ്യോതിപ്പിക്കുന്നത്. അതൊരു പൊതുനാമമായതുകൊണ്ട് ഞാൻ
ശരീരത്തോടുകൂടി ഭാസിക്കപ്പെടുന്നവനാകുന്നു എന്ന പ്രയോഗത്തിലെ ഞാൻ എന്ന പദം യാതൊരു ഭാനമാണോ ഉണ്ടാക്കുന്നത്, അതിനെ വിശേഷഭാനം എന്നും ശരീരം യാതൊരു ഭാനമാണോ ഉണ്ടാക്കുന്നത്, അതിനെ സാമാന്യഭാനം എന്നും വേർതിരിച്ച് മനസ്സിലാക്കാം എന്നാണ് സമർത്ഥിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഒരു അധ്യാപകനാകുന്നു, ഞാനൊരു കൃഷിക്കാരനാകുന്നു, ഞാനൊരു വ്യവസായിയാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലെ ഞാൻ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്ന അനേകരിലെ ഒരു വ്യക്തി എന്ന അർത്ഥത്തോടൊപ്പം തന്നെ അധ്യാപകനായ ഞാൻ, കൃഷിക്കാരനായ ഞാൻ, വ്യവസായിയായ ഞാൻ എന്നിങ്ങനെ ഞാൻ എന്ന പദത്തിന് ഒരു വിശേഷ പദവി കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രയോഗങ്ങളിലെല്ലാം ഞാൻ വിശേഷഭാനമായി ഭാസിക്കുന്നു എന്ന് പറയാം. ഇനി ഇത് കുടമാകുന്നു എന്ന് പറയുമ്പോൾ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട അനേകതരം പാത്രങ്ങളിൽ കുടം എന്ന പ്രത്യേക പാത്രത്തെ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഇത് എന്ന പദത്തിന് വിശേഷമായൊരു പദവി സംസിദ്ധമായി തീരുന്നു. ഈ പദവിയെ ദ്യോതിപ്പിക്കുന്നത് വിശേഷഭാനമാണ്. ഞാൻ ശരീരമാകുന്നു എന്ന പ്രയോഗത്തിലെ ശരീരം എന്ന പദം അനേകം ശരീരങ്ങളെ ദ്യോതിപ്പിക്കുന്ന പൊതുനാമമാണെന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് ശരീരം എന്ന പദത്തെ ഭാസിപ്പിക്കുന്ന ഭാനത്തെ സാമാന്യഭാനം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. കുടത്തിന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. കുടം, കലം, കൂജ തുടങ്ങി വിവിധതരം മൺപാത്രങ്ങളുടെ കൂട്ടത്തിൽ വേറിട്ട ഭാവരൂപങ്ങളോടുകൂടി ഭാസിക്കപ്പെട്ട കുടത്തിന്റെ സാമാന്യ പദവിയാണ് അവിടെ ഭാനം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഭാനം ചെയ്യുന്നത് അഥവാ ഭാസിക്കപ്പെടുന്നത്. ഇത്തരത്തിലാണ് വിശേഷഭാനത്തെയും സാമാന്യഭാനത്തെയും മനസ്സിലാക്കേണ്ടത്. സ്ഥൂലഭാനത്തിന്റെ പ്രകടമായ രണ്ട് ഭേദങ്ങളാകുന്നു വിശേഷഭാനവും സാമാന്യഭാനവും എന്നു സാരം. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.